ആദ്യം നിലമ്പൂരിലേക്ക് തന്നെ പോവുകയാണ്. നിലമ്പൂരിൽ പോര് കടുക്കുന്നു. സ്ഥാനാർത്ഥികൾ തമ്മിൽ കനത്ത മത്സരമാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്നതിന് ഇപ്പോൾ മുഖ്യമന്ത്രി എത്താനുണ്ട്, പ്രിയങ്ക ഗാന്ധി എത്താനുണ്ട്. അങ്ങനെ പ്രചാരണം അതിന്റെ ഒരു വലിയ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പ്രചാരണം കൊഴുക്കുന്നു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നാളെ മണ്ഡലത്തിലെത്തും. നിലമ്പൂർ മണ്ഡലത്തിലെ രണ്ടിടങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പ്രചാരണം നയിക്കും. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലാണ് മുഖ്യമന്ത്രിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനം. പതിവ് പോലെ സ്ഥാനാർത്ഥികളും നേതാക്കളും പഞ്ചായത്തുകളും നഗരസഭയും കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികളിലാണ്. എന്തായാലും നമുക്ക് വിവരങ്ങൾ നിലമ്പൂരിൽ നിന്ന് തത്സമയം അറിയാം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഗുഡ് മോർണിംഗ്. എന്തായാലും നിലമ്പൂരിലെ കാര്യം നമുക്കറിയാം, ആവേശകരമായ ഒരു പ്രചാരണം തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി എത്താം, നാളെ പ്രിയങ്ക ഗാന്ധി എത്തുന്നു. അങ്ങനെ ആവേശം അതിന്റെ വീണ്ടും ഒരു പരകോടിയിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും പുതിയ തെരഞ്ഞെടുപ്പ് അജണ്ടകളൊക്കെ മുഖ്യമന്ത്രി വരുന്നത് വഴി സെറ്റ് ചെയ്യപ്പെടുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വരുന്നത് UDF ക്യാമ്പിന് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകുക. സ്വാഭാവികമായിട്ടും മറ്റ് ചില ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അത് പിന്തുണാ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ കൂടുതൽ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത്, അല്ലേ? ജിൽസി, തീർച്ചയായും ഇനി ഏതാണ്ട് 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. എന്തായാലും മുന്നണികൾ വലിയ തരത്തിൽ നാടിളക്കിയുള്ള പ്രചാരണം തുടരുകയാണ്. ആ നിലയ്ക്ക് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി UDF ക്യാമ്പ് ആവേശത്തിലാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ എല്ലാ നേതാക്കളും സകല സംവിധാനവും ഉപയോഗിച്ചാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബ സംഗമങ്ങളിലടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നു. KC വേണുഗോപാൽ അടക്കമുള്ളവർ മണ്ഡലത്തിലെത്തി കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിച്ച് ഉപതെരഞ്ഞെടുപ്പ് വേണ്ട തന്ത്രങ്ങൾ മെനയുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ പ്രചാരണം പുരോഗമിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് തലത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളും പ്രാദേശിക തലത്തിൽ സ്വീകരണ പരിപാടികളടക്കം സംഘടിപ്പിച്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ കരുളായി പഞ്ചായത്തിലാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടന പരിപാടികൾ. ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധി നാളെ നിലമ്പൂർ മണ്ഡലത്തിൽ 2 റോഡ് ഷോകളിൽ പങ്കെടുക്കുന്നത്. മൂത്തയിടത്തും ഒപ്പം തന്നെ നിലമ്പൂർ നഗരസഭാ പരിധിയിലും നഗരത്തിലുമാണ് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. അതോടുകൂടി വലിയ ആവേശത്തിലേക്ക് UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 17-ാം തീയതി വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. അപ്പോൾ അതിനു മുമ്പായി വലിയ തരത്തിലുള്ള വോട്ടുറപ്പിക്കൽ ശ്രമങ്ങളാണ് UDF ക്യാമ്പ് നടത്തുന്നത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. അവർ വിവിധ പരിപാടികളിൽ കുടുംബയോഗങ്ങളിൽ അടക്കം നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ യുവജന നേതാക്കളും ആ നിലയ്ക്ക് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മന്ത്രിപ്പട മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുമ്പോഴാണ് ഇപ്പുറത്ത് സകല സംവിധാനവും ഉപയോഗിച്ച് UDFും പ്രചാരണം നടത്തുന്നത്. PV അൻവറും ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. അദ്ദേഹം നാടിളക്കിയുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രചാരണമാണ് PV അൻവർ നടത്തുന്നത്. ഈ പറഞ്ഞതുപോലെ പലവിധ വിഷയങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. തുടക്കം മുതൽ വലിയ വിവാദങ്ങൾ, ചർച്ചകളെല്ലാം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ജിൽസി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്തുണ വിവാദവുമായി ബന്ധപ്പെട്ട് LDFും UDFും പരസ്പരം പഴിചാരുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പെൻഷൻ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം വലിയ ചർച്ചയായതാണ്. ഇനി നാളെ മുഖ്യമന്ത്രി കൂടി വരുന്നു. മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രിയുടെ പരിപാടികളുണ്ട്. മുഖ്യമന്ത്രി വന്ന് എന്ത് പറയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ ഗതി തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളിലൂടെ മാറാൻ സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് അതിലൊരു ആകാംക്ഷ ബാക്കിയാണ്. അതിന് അനുസരിച്ച് UDF ക്യാമ്പും അതിന് മറുപടിയുമായി രംഗത്ത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ അതായത് M സ്വരാജിന്റെ പര്യടന പരിപാടികൾ അല്ലെങ്കിൽ ആദ്യത്തെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം കാര്യമായ രാഷ്ട്രീയ പ്രസ്താവനകളോ മറ്റോ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം, രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകും. പുതിയ വിവാദങ്ങളിലേക്ക് അത് വഴിവെക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും വലിയ തരത്തിൽ നാടിളക്കിയുള്ള പ്രചാരണം പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ കരുളായി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുമ്പോൾ സമാനമായി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജും നടത്തുന്നത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. അതിന് മുന്നോടിയായി തന്നെ എല്ലാ നിലയിലും 2ാം ഘട്ട പര്യടന പരിപാടി എല്ലാ സ്ഥലത്തും, എല്ലാ പഞ്ചായത്തിലും, എല്ലാ മുക്കിലും മൂലയിലും എത്തി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണമാണ് 2 മുന്നണികളും പ്രത്യേകിച്ച് നടത്തുന്നത്. ജിൻസി.